guys, welcome to Cryptomining Garage. Cryptomining Garage in പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ എൻ്റെ 3070 കോൺഫ്ലക്സിൽ സോളോ മൈനിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കമ്പയർ ചെയ്യാനാണ് നമുക്ക് ഡെയിലി പൂൾ മൈനിങ് ചെയ്യുമ്പോഴും സോളോ മൈനിങ് ചെയ്യുമ്പോഴും എന്താണ് ഡിഫറൻസ് വരുന്നത്, അതേപോലെ തന്നെ നമുക്ക് ഇത്തീരിയം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എത്ര പേ ഔട്ട്സ് വരുന്നുണ്ട്, എത്ര ഡെയിലി ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ഞാൻ ജസ്റ്റ് 3070 ഒന്ന് സോളോ മൈനിങ്ങിന് ഇട്ടത്. അപ്പോൾ നമുക്കിനി വാട്ടു മൈനിൽ ശരിക്കത് നമ്മൾ പൂൾ മൈൻ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഇൻകം വരുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ വാട്ടു മൈൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പൂൾ മൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഒക്ടോപ്പസിൽ 54 ഹാഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ വാട്ട്സ് 146 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തീരിയം 0.87 വരുന്നുണ്ട്, അതേപോലെ കോൺഫ്ലക്സ് 0.86 വരുന്നുണ്ട്. വിത്തൗട്ട് പവറാണ് ഞാൻ പറയുന്ന വാല്യൂ. അപ്പോൾ ഇനി നമുക്ക് ഇന്നലെ ഒരു 24 hours ഞാൻ അത് മൈനിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു, സോളോ മൈനിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 24 hours നമുക്ക് എത്രയാണ് പേ ഔട്ട് വരുന്നത്. ഇപ്പോൾ ഡെയിലി പേ ഔട്ട്സ് ആണല്ലോ. അപ്പോൾ കോൺഫ്ലക്സ് ഞാൻ ഹീറോ മൈനറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പൂളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹീറോ മൈനറിലാണ്. കറൻ്റ്ലി 22.71 കോൺഫ്ലക്സ് ആണ് എനിക്ക് ഇൻകം വന്നിരിക്കുന്നത്. $1.13 അപ്പോൾ നമ്മൾ വാട്ടു മൈനിൽ പൂൾ മൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം ഇൻകം വന്നിട്ട് മാക്സിമം റിവാർഡ് വന്നിട്ട് 17 പോയിൻറ്റ്സ് ആണ്, 17.3 കോയിൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ സോളോ മൈൻ ചെയ്യുമ്പോൾ ലക്കാണോ എന്നറിയില്ല, ബട്ട് 22.7 എന്ന് പറയുന്നത് നല്ലൊരു ഇൻകമാണ്. അപ്പോൾ ആസ് സച്ച് ഇപ്പോൾ ഇത്തീരിയം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് കോൺഫ്ലക്സിൽ ഈ ഒരു റിവാർഡ് കിട്ടുന്നത് വളരെ നല്ലതാണ്. ഏകദേശം $1.13 ഈ ഒരു സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇൻകമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സോളോ മൈനിങ് കണ്ടിന്യൂ ചെയ്യും. ഒരു 3 days കൂടി നോക്കിയിട്ട് നമുക്ക് ആവറേജ് എത്ര പേ ഔട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വാലറ്റ് കാണിച്ചുതരാം. ഞാൻ ഫ്ലുവൻറ്റ് വാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 22.71 ഈ സെയിം പേ ഔട്ടാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൽ എത്ര ആഡ് ആവുന്നുണ്ട് ഒരു 3 days. അപ്പോൾ ഇന്ന് ഇപ്പോൾ 24 hours കംപ്ലീറ്റ് ആയി. ഇനി ഒരു 3 days ഇനി ഒരു 2 days കൂടി നോക്കാം. അപ്പോൾ എന്നിട്ടൊരു 3 days ആവറേജ് എടുത്തിട്ട് നമുക്ക് എത്ര ഇൻകം വരുന്നുണ്ട്, എത്ര റിവാർഡ് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ കമ്പയർ ടു ഇത്തീരിയം നമുക്ക് എത്രയാണ് ഡെയിലി ഇൻകം വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഇത്തീരിയത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു 30 cents എക്സ്ട്രാ കിട്ടുക അല്ലെങ്കിൽ 35 cents എക്സ്ട്രാ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അറിയാം, മാർക്കറ്റ്സ് ഒക്കെ ഡൗൺ ആണ്. ബിറ്റ് കോയിൻ 20,000 റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ്, അതേപോലെ ഇത്തീരിയം 1000 റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ്. ഈ റേഞ്ച് ഹോൾഡ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഡംപ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി നല്ലൊരു ഫോള് ബിറ്റ് കോയിനിലും അതേപോലെ ഇത്തീരിയത്തിലും വന്നു. ഏകദേശം ലാസ്റ്റ് ബുൾ റൺ സ്റ്റാർട്ട് ചെയ്ത ആ റേഞ്ച് എത്തി. 17,000 ബിറ്റ് കോയിനും ഇത്തീരിയം ഏകദേശം 800 റേഞ്ചും അവിടെ നിന്നാണ് നല്ലൊരു ബുൾ റൺ സ്റ്റാർട്ടായത്. അപ്പോൾ അവിടെ ഏകദേശം അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെറ്റർ ഇത് ഹോൾഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.